സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെന്റ്. ഹൗ വാസ് ദ മൂവ്മെന്റ് ഡിഫറെന്റ് ഫ്രം നോൺ കോപ്പറേഷൻ മൂവ്മെന്റ്? ഈ ഒരു സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെന്റ് എങ്ങനെയാണ് നോൺ കോപ്പറേഷൻ മൂവ്മെന്റിൽ നിന്നും ഡിഫറെന്റ് ആയിരിക്കുന്നത്? എങ്ങനെയാന്ന് പറയാൻ പറ്റുമോ? എങ്ങനെയാണ് സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെന്റും നോൺ കോപ്പറേഷൻ മൂവ്മെന്റും തമ്മിൽ വ്യത്യാസപ്പെട്ടിരിക്കുന്നത്? സിവിൽ ഡിസോബീഡിയൻസ് മൂവ്മെന്റിൽ കുറെ മാർച്ചുകൾ നടത്തിയിട്ടുണ്ട്. മാർച്ച് നടത്തിയതല്ല. ഇതിന്റെ അകത്ത് എന്താണ് സിവിൽ ഡിസൊബീഡിയൻസ് എന്ന് പറയുന്നത്? എന്താ അതിന്റെ പേരെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? നിയമലംഘന പ്രസ്ഥാനം എന്നല്ലേ അതിന്റെ പേര് പറയുന്നത്. അതിന്റെ അകത്ത് പറയുന്നത് എന്താണ്? ബ്രിട്ടീഷുകാരോട് സഹകരിക്കരുതെന്ന് മാത്രമല്ല പറയുന്നത്, കൊളോണിയൽ റൂൾസ് ബ്രേക്ക് ചെയ്യണം എന്നാണ് പറയുന്നത്. ഓക്കെ, ഇത് സോൾട്ട് ലോ ഒക്കെ ബ്രേക്ക് ചെയ്തില്ലേ, അതുപോലെ എന്താണ് കൊളോണിയൽ ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന റൂളുകൾ ബ്രേക്ക് ചെയ്യണം എന്നാണ് പറയുന്നത്. ഹൗ വാസ് ദിസ് മൂവ്മെന്റ് ഡിഫറെന്റ് ഫ്രം ദി നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് പറയുമ്പോൾ, ഒന്നാമത്തത് പീപ്പിൾ വെയർ നൗ ആസ്ക്ഡ് നോട്ട് ഓൺലി ടു റെഫ്യൂസ് കോപ്പറേഷൻ വിത്ത് ദ ബ്രിട്ടീഷ്. ബ്രിട്ടീഷുകാരായിട്ടുള്ള സഹകരണം ഇല്ലാതാക്കുക മാത്രമല്ല ചെയ്തത്, പകരം എന്താണ്? ആസ് ദേ ഹാഡ് ഡൺ ഇൻ 1921-22 ബട്ട് ഓൾസോ ടു ബ്രേക്ക് കൊളോണിയൽ റൂൾ. അപ്പൊ അവര് 1921-ലും 22-ലും, അതായത് നോൺ കോപ്പറേഷന്റെ സമയത്ത് ബ്രിട്ടീഷുകാരോട് സഹകരിക്കാതിരുന്നത് പോലെ മാത്രമല്ല, പകരം എന്താണ്? കൊളോണിയൽ ലോസ് ബ്രേക്ക് ചെയ്യാനും പറഞ്ഞു. ഇപ്പൊ സോൾട്ട് ലോ, ഇപ്പൊ ഗാന്ധിജി സോൾട്ട് ലോ ബ്രേക്ക് ചെയ്തില്ലേ? സോൾട്ട് ലോ ബ്രേക്ക് ചെയ്ത് സോൾട്ട് ഒക്കെ മാനുഫാക്ചർ ചെയ്തെടുത്തു. അതുപോലെ തന്നെ പിന്നെ ഈ പറയുന്ന വില്ലേജിലോട്ടൊക്കെ വരുമ്പോഴത്തേക്കും പെസൻസ് അവര് ഈ ടാക്സ് പേ ചെയ്യാതിരുന്നു. പിന്നെ അതുപോലെ തന്നെ ട്രൈബ്സ് ഒക്കെ ഫോറസ്റ്റിലോ, അന്ന് നമ്മൾ ഈ പിന്നെ ട്രൈബ്സിന്റെ കാര്യം പഠിക്കുന്നുണ്ടല്ലോ നോൺ കോപ്പറേഷൻ മൂവ്മെന്റില്. അതിന്റെ അകത്ത് അവര് ഫോറസ്റ്റിലോ അങ്ങനെ ബ്രേക്ക് ചെയ്യുന്നുണ്ട്, പക്ഷെ എന്നാലും അതിനെതിരായിട്ടാണ് അവർ പോരാടുന്നത്. ഇതിലവര് വിസിബിളി ഇവര് ഫോറസ്റ്റ് ലോ വയലേറ്റ് ചെയ്യുന്നുണ്ട്. അവര് റിസർവ് ഫോറസ്റ്റിന്റെ അകത്തോട്ട് കടന്നു ചെല്ലുകയും അവിടുന്ന് പിന്നെ അവർക്ക് വേണ്ട ഈ വുഡ്സ് എന്താണ് ഈ പിന്നെ വിറകുകൾ ശേഖരിക്കുകയും അതുപോലെ തന്നെ കാറ്റിലിനെ ഗ്രേസ് ചെയ്യുകയൊക്കെ ചെയ്തു. അവര് അത് കംപ്ലീറ്റ്ലി അവർ ബ്രേക്ക് ചെയ്തു. അതാണ് ഒരു മെയിൻ ആയിട്ട് വ്യത്യാസം എന്ന് പറയുന്നത്. നോൺ കോപ്പറേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ മലയാളം നിസ്സഹകരണ പ്രസ്ഥാനം, പിന്നെ ഈ സിവിൽ ഡിസൊബീഡിയൻസ് എന്ന് വെച്ച് കഴിഞ്ഞാല് നിയമലംഘന പ്രസ്ഥാനം. പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെയാണ്. നോൺ കോപ്പറേഷൻ സഹകരിക്കാതിരിക്കുക, ഡിസൊബീഡിയൻസ് നിയമം ലംഘിക്കുക. ഇതാണ് അതിന്റെ ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത്. ഓക്കെ, വറീഡ് ബൈ ദ പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ഡിഫറൻസ് പറയുമ്പോഴത്തേക്ക് നമുക്ക് മൊത്തം പറഞ്ഞു പോകാം. ഇതില് പ്രധാനമായിട്ടും നോക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് അത്യാവശ്യം കൺട്രി സൈഡിലോട്ടും ഒക്കെ പോപ്പുലർ ആയ ഒന്നാണ്. ഇത് ജസ്റ്റ് അർബൻ സെന്റേഴ്സിൽ മാത്രമല്ല ഉള്ളത്. നോൺ കോപ്പറേഷൻസ് ട്രൈബ്സിന്റെ ഇടയില്, പ്ലാന്റേഷൻ വർക്കേഴ്സിന്റെ ഇടയില്, എല്ലാവരുടെ ഇടയ്ക്ക് സ്പ്രെഡ് ആയിട്ടുണ്ട്. പക്ഷെ ഈ പറയുന്ന സിവിൽ ഡിസൊബീഡിയൻസിന് ഒരു ലിമിറ്റേഷൻ ഉണ്ട്. അത് അർബൻ സെന്റേഴ്സിൽ മാത്രം ഒതുങ്ങിപ്പോയി. പിന്നെ അതോടൊപ്പം പിന്നെ അതിന്റെ അകത്ത് ആൾക്കാര് ഈ പങ്കെടുക്കുന്ന ആൾക്കാര് എണ്ണത്തിൽ കുറവ് വന്നിട്ടുണ്ട്. അതായത് പിന്നെ നോൺ കോപ്പറേഷൻ മൂവ്മെന്റിന്റെ സമയത്ത് എന്താണ്, ഹിന്ദുക്കളും മുസ്ലിങ്ങളോടും ഒക്കെ വളരെ യുണൈറ്റഡ് ആയിട്ടാണ് അവര് നോൺ കോപ്പറേഷനിൽ പങ്കെടുത്തത്. പക്ഷെ CDM അതായത് സിവിൽ ഡിസൊബീഡിയൻസിന്റെ സാഹചര്യം വരുമ്പോഴത്തേക്കും മുസ്ലിങ്ങൾ പൂർണ്ണമായിട്ടും കോപ്പറേറ്റ് ചെയ്യാതെ ഇരുന്നു. അവർക്ക് ആ സമയം ഈ നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് കഴിഞ്ഞപ്പോഴത്തേക്കും തന്നെ പിന്നെ ഇവരുണ്ടല്ലോ എന്താണ്, കോൺഗ്രസിന് ഹിന്ദു മഹാസഭയുമായിട്ട് കൂടുതൽ അടുപ്പമുണ്ടെന്ന് തോന്നിയിട്ട് മുസ്ലിംസ് അങ്ങ് മാറി. അപ്പൊ മുസ്ലിംസ് പാർട്ടിസിപ്പേറ്റ് ചെയ്തില്ല. പിന്നെ അതുപോലെ തന്നെ ദളിതിനോട് പൊതുവെ കോൺഗ്രസിനൊരു താല്പര്യക്കുറവുണ്ടായിരുന്നു. അപ്പൊ അത് കാരണം ദളിതിനെ അത്ര പിന്നെന്താണ് അവരുടെ പ്രശ്നങ്ങൾ അത്ര അഡ്രസ് ചെയ്യുന്നുണ്ടായിരുന്നില്ല. അപ്പൊ അതുകൊണ്ട് അവർക്കും ഒരു ഇൻട്രസ്റ്റ് ഇല്ലായിരുന്നു CDMൽ പങ്കെടുക്കാൻ. പിന്നെ വിമൻ സത്യം പറഞ്ഞാൽ പങ്കെടുത്തു, വിമൻ നല്ലപോലെ പാർട്ടിസിപ്പേറ്റ് ചെയ്തു. പക്ഷെ മഹാത്മാഗാന്ധി എന്ത് ചെയ്തു? വിമന്റെ ഒരു പാർട്ടിസിപ്പേഷന് വേണ്ട പ്രാധാന്യം കൊടുത്തില്ല. അതുപോലെ ഈ പറയുന്ന സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെന്റ് ഈ പുള്ളിക്കാരൻ ഇടയ്ക്ക് വെച്ച് കോൾ ഓഫ് ചെയ്യും മഹാത്മാഗാന്ധി. അത് കഴിഞ്ഞിട്ട് രണ്ടാമത് തുടങ്ങുമ്പോഴത്തേക്കും ഒട്ടുമിക്ക ആൾക്കാരും അതിനോട് താല്പര്യം കാണിക്കത്തില്ല. ഫസ്റ്റ് തുടങ്ങിയ സമയത്ത് ബിസിനസ് ക്ലാസ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ രണ്ടാമത് വരുമ്പോഴത്തേക്കും ആർക്കും ഒരു താല്പര്യം ഇല്ലാതെ ആയിപ്പോവും. നോൺ
കോപ്പറേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ കുറെ കൂടെ പവർഫുൾ ആയിരുന്നു. ഈ CDMനെക്കാട്ടിൽ പവർഫുൾ ആയിരുന്നു നോൺ കോപ്പറേഷൻ എന്ന് പറയുന്നത്.